നമ്മുടെ വീട്ടിലുള്ള ആമ്പൽ കുളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാം? അതിലെ വെള്ളം അതിൽ ശരിക്കും നമ്മൾ ആമ്പൽ കുളം കുറച്ച് നാൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അത് ശരിക്കും ചള്ളി പിടിച്ച പോലെ ഒരു പച്ച കളറായിട്ട് ഇപ്പം ഞാൻ കാണിക്കാം, ഈ ഒരു രീതിയിൽ നമുക്ക് കാണും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എത്ര ഭംഗിയുള്ള മീൻ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ആ മീനൊന്നും വിസിബിളായിട്ട് കാണാൻ പറ്റില്ല. നമുക്കത് പക്ഷേ ചീത്ത മണമൊന്നും ഈ വെള്ളത്തിന് വരുന്നില്ല കേട്ടോ, കാരണം നമ്മൾ അതിനകത്ത് മീനൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട്. എന്നാലും കാണുമ്പോൾ ഒരു മൊത്തത്തിലൊരു പായൽ പിടിച്ച ആ ഒരു രീതിയിൽ കാണുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ആമ്പൽ കുളം ക്ലീൻ ആക്കുന്നത് എങ്ങനെ, ഈ ഒരു വെള്ളം നമ്മൾ ക്ലീൻ ആക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ ആമ്പൽ കുളത്തിൽ ഞാൻ ഒരു ചെറിയൊരു പോട്ടിൽ ആദ്യം ഞാൻ ഈ ആമ്പൽ കുളം നിർമ്മിച്ച സമയത്ത് ഇതിനകത്ത് ചാണകപ്പൊടിയും അതുപോലെ കുറച്ച് മണലും കുറച്ച് കറുത്ത മണ്ണൊക്കെ കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ആമ്പൽ കുളം നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ശരിക്കും നമ്മൾ ആമ്പൽ വെച്ച് പിടിപ്പിച്ചിരിക്കുകയായിരുന്നു. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് നീല താമരയായിരുന്നു കേട്ടോ. അതുപോലെ വെള്ള താമര ഉണ്ടായിരുന്നു. വെള്ള താമര പോയി, നീലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ചെറിയൊരു പോട്ടിലാക്കിയിട്ട് ഞാൻ ഒരു മണ്ണിൻ്റെ പാത്രത്തിലാക്കിയിട്ട് ഇതിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലത്തെ വെള്ളം എല്ലാം തന്നെ ഒരു ഓസിട്ടൊക്കെ കളയുക. ഓസിട്ട് കളയുമ്പോൾ അതിലൊരു നെറ്റും കൂടി ഇടാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മീൻ മുഴുവനായി തന്നെ പോകും. എന്നിട്ട് നമ്മൾ അതിനകത്തുള്ള ആമ്പലും കൂടി എടുത്ത് പുറത്ത് വെച്ച് കഴിയുമ്പോൾ ഇത് കാണുന്നില്ല, ഇത് അത്രയും ചളിയാണ് കേട്ടോ. കാരണം നമ്മൾ നേരത്തെ ആദ്യം ഈ ഒരു ആമ്പൽ കുളം വെക്കുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ നമ്മളതെല്ലാം തന്നെ മുഴുവനായിട്ട് അത് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. എടുത്ത് മാറ്റിയിട്ട് നമ്മളെ ഒരു ആമ്പൽ കുളം മുഴുവനായി തന്നെ ഒരു സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട്, നമ്മൾ സോപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നമ്മൾ ജസ്റ്റ് വെറുതെ ഒന്ന് സ്റ്റീൽ സ്ക്രബ്ബർ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ക്ലീനായി കിട്ടും. ക്ലീനായി കിട്ടി നമ്മൾ അതിനകം എല്ലാം തുടച്ച് വൃത്തിയായി ഒന്ന് വെയിൽ കൊള്ളാനായിട്ട് ഒന്ന് ഉണങ്ങി കിട്ടാനായിട്ട് വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് സിമെൻറ്റും കൂടി ചേർത്തൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. കുറച്ച് ലൂസായി തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. നമ്മളിതിൽ മീനെല്ലാം തന്നെ കുറച്ച് വേറൊരു ഡ്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇതുപോലെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എല്ലാ മീനും ഇപ്പോൾ ഇതിലേക്ക് സേഫായി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ കോഴിക്കാർപ്പൊക്കെ ഉണ്ട് കേട്ടോ, പിന്നെ ഗപ്പിയുണ്ട്, ബ്ലാക്ക് മോളി ഉണ്ട്, പിന്നെ വേറെ ഒന്ന് രണ്ട് കളർ മീനൊക്കെ ഇതിനകത്തുണ്ട്, അതിന് പേരറിയില്ല. എന്നിട്ട് നമ്മളത് കലക്കി വെച്ചിരിക്കുന്ന സിമെൻറ്റ് ഇതുപോലെ പെയിൻറ്റ് അടിക്കുന്ന ബ്രഷ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ചെറിയ വെള്ളിച്ച എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം നമ്മളതിൽ ഫുള്ളായി നിറച്ച് വെക്കുമ്പോൾ വെള്ളം പോവുക അങ്ങനെയുള്ള പ്രശ്നം വരാതിരിക്കാനായിട്ട് നമ്മൾ ഇയർലി ഒരു തവണ ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രഷ് ചെയ്ത് കൊടുത്ത് അത് നന്നായി ഒന്ന് ഉണങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ഇതിപ്പോൾ നീല പെയിൻറ്റ്, വാട്ടർ പ്രൂഫിൻ്റെ പെയിൻറ്റാണ് കേട്ടോ നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. നമ്മൾ കാരണം ഇതിനകത്ത് മുഴുവനായി തന്നെ വെള്ളം നിറച്ച് വെക്കുകയാണല്ലോ. അപ്പോൾ ഏറ്റവും നല്ലത് നോർമലായിട്ടുള്ള പെയിൻറ്റ് അടിക്കുന്നതിനേക്കാളും വാട്ടർ പ്രൂഫാണ് അടിക്കുന്നത് നല്ലത് കേട്ടോ. അപ്പോൾ നമ്മളിത് നീല കളർ, അതായത് സ്കൈ ബ്ലൂ, അപ്പോൾ നമുക്ക് അതിനകത്ത് കാണുമ്പോൾ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ ഒക്കെ അകത്തുള്ള ഒരു ഫീല് വരാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു കളറാണ് നമ്മളിതിലേക്ക് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഉള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിലെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അതുപോലെ എൻ്റെ ചാനലിൽ കുറേ വീട്ടമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആകുന്ന ടിപ്സ് ആൻഡ് ട്രിക്സും നല്ല നല്ല റെസിപ്പീസും കേക്ക് റെസിപ്പീസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അതൊന്ന് കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളത് അടിപൊളിയായി നമ്മളിവിടെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. പിന്നെ അതിൻ്റെ സൈഡിൽ നമ്മൾ ഗ്രേ കളർ നേരത്തെ ഓൾറെഡി ഉള്ളതായിരുന്നു കേട്ടോ, ആ പെയിൻറ്റൊക്കെ അടിച്ചു. ഇനി നമ്മളുടെ അടുത്ത് ഓൾറെഡി ഉള്ള വേറൊരു വട്ടയിൽ നമ്മൾ താമര ഇതുപോലെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ആ വട്ടയോടുകൂടി അതിനകത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് നമ്മളിതുപോലെ കല്ലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വളരെ കുഞ്ഞു കല്ലായിപ്പോയി. ശരിക്കും നമ്മൾ പുഴയിലൊക്കെ കിട്ടുന്ന വലിയ വലിയ കല്ലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു കല്ല് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ആദ്യം വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഇത് മാറ്റി രണ്ടാമത് വേറെ ഞാൻ വലിയൊരു വട്ടയിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളിതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മീനെല്ലാം തന്നെ അപ്പോൾ സേഫായിട്ട് അതിനകത്തേക്ക് വിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് മീനെല്ലാം തന്നെ നന്നായി കാണാനും, അപ്പോൾ നമ്മുടെ വെള്ളം നല്ല ക്ലിയർ ആയിരിക്കുകയും ചെയ്യും. നമ്മളല്ലാണ്ട് ഈ ഒരു പോട്ടിന്, അതായത് ഈ ഒരു കുളത്തിനകത്ത് തന്നെ നമ്മൾ ഈ മണ്ണും മണലും ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു കളർ വരുന്നത് കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഇതുപോലെ നമ്മൾ വട്ടയിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെള്ളത്തിന് കൂടുതലായിട്ട് അഴുക്ക് വരികയില്ല. മീനുകളെ നമുക്ക് കുട്ടികൾക്കൊക്കെ മീൻ കാണാനും ഒക്കെ സാധിക്കുകയും ചെയ്യും. നമുക്ക് ഇടയിലൊക്കെ ഒന്ന് കാലൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഒന്ന് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മീനുകളെ കാണാനും, അപ്പോൾ നമ്മുടെ കാലിലൊക്കെ വന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഗപ്പിയൊക്കെ ആകുമ്പോൾ വന്ന് കാലിലും കയ്യിലൊക്കെ വന്ന് നിൽക്കുമല്ലോ, അപ്പോൾ അതൊക്കെ കാണാനും ഒക്കെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ താമരയെല്ലാം നന്നായി പിടിച്ചത് നീല താമരയാണ്. അപ്പോൾ മുകളിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ മീനുകൾ വലിയ കോഴിക്കാർപ്പൊക്കെ ഉള്ളത് ഈ താമര കുളത്തിനകത്ത് കയറി ഇളക്കി അതിനകത്തുള്ള ആ ഒരു കറുത്ത പൊടിയൊക്കെ ചെറുതായിട്ടായിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ
നല്ല ക്ലീൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ അധികം അതിനകത്ത് വെക്കാതെ ഇതുപോലെ പോട്ടിലാക്കിയിട്ട് വെക്കുന്നതാണ് നല്ലത്. അപ്പം നമുക്ക് ഇടയ്ക്ക് എടുത്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റാനും ഒക്കെ നമുക്ക് സൗകര്യമായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ ഇതുപോലെ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ കുറച്ച് ആഴത്തിൽ ഇതുപോലൊന്ന് കുളം ഉണ്ടാക്കിയതാണ് കേട്ടോ. കാരണം നമ്മളൊരു ആമ്പൽക്കുളം, അത് കാണാനാണെങ്കിലും നല്ല ഭംഗിയാണ്, വീട്ടിന് നല്ലൊരു ഭംഗിയും കിട്ടും. പിന്നെ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പോകുമ്പോൾ ഈ മീനിനെയും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ്. നമ്മൾ കുറച്ച് നേരം കാലിട്ടിരിക്കാനും ഒക്കെ നമുക്കൊരു നല്ലൊരു ഇതാണ് കേട്ടോ. അപ്പോൾ മനസ്സിന് ഈ മീനിനെയൊക്കെ കാണുമ്പോൾ നല്ലൊരു റിലാക്സേഷനാണ്. അപ്പോൾ ഇതുപോലെ വീട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളത് വൃത്തിയാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇയർലി ഒരു തവണ നമ്മൾ ശരിക്കും വൃത്തിയാക്കിയിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിനകത്ത് ഒരുപാട് ചേറും ഒക്കെ വന്നിങ്ങനെ നിറഞ്ഞിട്ട് ഭയങ്കര നമുക്ക് കാലിടാനും നമുക്കൊരു ജസ്റ്റ് കൈയിടാൻ തന്നെ നമ്മൾ നേരത്തെ കണ്ടില്ലേ, കൈയിടാനൊക്കെ നമുക്ക് ഭയങ്കര ഒരു മടി തോന്നും. അപ്പോൾ ഇതുപോലെ നമ്മളന്ന് ക്ലീൻ ആക്കി എടുക്കുക. അത്ര സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന പ്രോസസ്സ് കേട്ടോ. 1 by 1 ആയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത്. പിന്നെ ഇതേപോലെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.